ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ നവംബർ മാസത്തിൽ വരാൻ പോകുന്ന 3 പുതിയ വാഹനങ്ങളെ പറ്റിയാണ്. പറഞ്ഞു വരുമ്പം ആകെ 3 വണ്ടികളേ ഉള്ളൂ. സാധാരണ മിക്ക മാസങ്ങളിലും 5-6 വണ്ടികളൊക്കെ വെച്ച് വരാറുള്ളതാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 വണ്ടികൾ തന്നെയാണ് ഈ മാസം വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഏറ്റവും ആദ്യം വരാൻ പോകുന്ന വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് പുതിയ ജനറേഷൻ ഹ്യുണ്ടായി വെന്യൂ. ഈ വണ്ടിയുടെ ഡിസൈനൊക്കെ ഒരു ഇതിന് മുന്നേ തന്നെ റിവീൽ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ഒരാഴ്ച മുന്നേ റിവീൽ ചെയ്തതായിരുന്നു. ഇതിൻ്റെ നോർമൽ വണ്ടിയുടെ ഡിസൈൻ, അതായത് നമുക്ക് എൻലൈൻ മോഡൽ കിട്ടുന്നുണ്ട്, സ്റ്റാൻഡേർഡ് വെന്യൂം വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് വെന്യൂവിന് അവർ ആദ്യം അൺവെയിൽ ചെയ്ത്, അതിനുശേഷം പിന്നീട് നവംബർ 1-ാം തീയതി അവർ വെന്യൂ എൻലൈനും അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. എന്തായാലും നോർമൽ വെന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ കിട്ടുന്ന വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഫ്രണ്ട് ഡിസൈൻ ആയാലും റിയർ ഡിസൈൻ ആയാലും മൊത്തത്തിൽ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണാനും അത്യാവശ്യം രസമുണ്ട്. ഈവൻ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിലും നമുക്ക് 12.3 ഇഞ്ച് സൈസ് വരുന്ന കർവ് ഡിസ്പ്ലേസ് ആണ് കിട്ടുന്നത്, 2 UI മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ മൊത്തം പുതിയതാണ്. കംപ്ലീറ്റ്ലി കുറച്ചും കൂടെ നല്ല മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും എല്ലാം മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ന്യൂ വാഹനമാണ് അവർ പുതിയ ജനറേഷൻ അപ്ഡേറ്റിൽ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പേസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തതായിട്ട് ഹ്യുണ്ടായി പറയുന്നുണ്ട് സ്പേസ് മാനേജ്മെൻറ്റിൽ. കാരണം ഫ്രണ്ടിൽ നമുക്ക് ഇപ്പോൾ ബാക്കിലേക്ക് വരുമ്പോഴേക്കും സ്കൂപ്പ് ബാക്ക് സീറ്റ്സ് ആണ് കിട്ടുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് 2-വേ റിക്ലൈൻ സീറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റിന് അവൈലബിൾ ആണ്. അതായത് റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും 2 രീതിയിൽ. സ്റ്റെപ്പ് ബൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അല്ലാതെ ഇങ്ങനെ കിടത്തി മലത്തിയിടാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടാൻ. അതല്ലാതെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ട്, മൾട്ടി ഡ്രൈവ് മോഡ്സ് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ മോഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പുതിയതായിട്ട് 360 പാർക്കിംഗ് ക്യാമറ ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. വയർലെസ് ചാർജർ ഉണ്ട്, ലെവൽ 2 അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം ഉണ്ട്. എഞ്ചിൻസ് എടുക്കുകയാണെങ്കിൽ 1.2 NA ഉണ്ട്, 1.5 ടർബോ ഡീസൽ ഉണ്ട്. അത് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലും കിട്ടുന്നുണ്ട്. അതിന് പുറമെ 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്. 120 PS 172 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കലും ആ ഒരു എഞ്ചിൻ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നോർമൽ വെന്യൂവിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ എൻലൈൻ മോഡലാണ്. അതും അവരിപ്പം ജസ്റ്റ് ഈ അടുത്ത് അൺവെയിൽ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ആക്ച്വലി അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടില്ല, ചെയ്യണോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. കാരണം വണ്ടി വരുന്ന നവംബർ 4-ന് മൊത്തമായിട്ട് റിവീലാവും. ഓൾറെഡി റിവീലായി, ഇനിയിപ്പോൾ പ്രൈസ് മാത്രമേ വരാനുള്ളൂ, അത് വരും. സോ ഞാൻ വിചാരിച്ചു അതിനുശേഷം നമുക്ക് പതുക്കെ ഇതിനെപ്പറ്റിയൊക്കെ പറയാമെന്ന്. ഡിസൈൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നോർമൽ വെന്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. മെയിനായിട്ട് നമുക്ക് ഒരു വ്യത്യാസം പറയാൻ പറ്റുന്ന എക്സ്റ്റീരിയറിൽ അലോയ് വീൽസിലാണ്. 17 ഇഞ്ച് അലോയ് വീൽസാണ് ഇതിനകത്ത് കിട്ടുന്നത്. നോർമൽ വണ്ടിയിൽ നമുക്ക് 16 ഇഞ്ചാണ് കിട്ടുന്നത്. സോ അത് നല്ലൊരു ഡിഫറൻസ് ആണ്. അലോയ് വീൽസിൻ്റെ ഡിസൈനും കാണാൻ കുറച്ചും കൂടെ നന്നായിട്ടുണ്ട്. ആൻഡ് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടായിരിക്കും ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. സ്പോയിലറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. 2 വണ്ടികളും നമുക്ക് സ്പോയിലർ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്തും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ കുറേ റെഡ് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ഇത്തിരി കൂടെ സ്പോർട്ടി ആക്കാൻ അവർ നോക്കിയിട്ടുണ്ടെന്ന് മാത്രം എൻലൈൻ. ഇനി അകത്തേക്ക് വരുമ്പം ഈ വണ്ടിയിൽ നമുക്ക് ഹ്യുണ്ടായുടെ ഐണിക് 5 Nലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം എൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. പിന്നെ കാലിബ്രേഷനിൽ വ്യത്യാസം ഉണ്ടാകും. അതിപ്പോൾ ഹ്യുണ്ടായി ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഡെഫിനറ്റ്ലി അവർ ചെയ്യാറുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അതെന്തായാലും ഉണ്ടാവും. എൻലൈൻ മോഡൽസിൽ അതിൽ തന്നെ നമുക്ക് ഡ്രൈവ് മോഡ്, ട്രാക്ഷൻ മോഡ് അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് കിട്ടുന്നുണ്ട്. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു നല്ല സ്റ്റിയറിംഗ് വീലാണ് അവർ ഗ്ലോബലി എൻ മോഡൽസിൽ കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി അതിനുണ്ട്. പിന്നെ ഗിയർ നോബൊക്കെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് എൻ ബാഡ്ജിങ് വരുന്നുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു റെഡ് തീമാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത്. പിന്നെ ഓൾ ബ്ലാക്ക് ക്യാബിനാണ്. അങ്ങനെ പിന്നെ പുറത്തൊക്കെ ആണെങ്കിലും കുറച്ച് എൻലൈൻ ബാഡ്ജസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് നമ്മുടെ എൻലൈൻ മോഡൽ ഇരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇതിനകത്ത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഡീസലൊന്നും ഇല്ല, 1.2 NA ഇല്ല. പവർ ഫിഗേഴ്സ് സെയിം ആണ്. മാനുവലും ഓട്ടോമാറ്റിക്കലും ഇത് കിട്ടുന്നതായിരിക്കും. ഇതാണ് വെന്യൂവിൻ്റെ കാര്യം. ഇനി അടുത്ത നമ്മുടെ ടാറ്റയുടെ പുതിയ ജനറേഷൻ സിയാറ ആണ്. ഈ വണ്ടി ഈ വരുന്ന നവംബർ 25-നാണ് അൺവെയിൽ ആവാൻ പോകുന്നത്. അൺവെയിൽ ആണോ ലോഞ്ച് ആണോ എന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ടീസർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു അൺവെയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഡയറക്റ്റ് പ്രൈസ് തന്നെയായിരിക്കും ഇവർ പറയേണ്ടത്. കാരണം വണ്ടിക്കകത്ത് ഇവർ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ടീസറിൽ. ഇപ്പോൾ നമുക്ക് ഇതിന് മുന്നേ കാണിച്ചിരിക്കുന്നത്, അതായത് 3 പ്രാവശ്യം വണ്ടി അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് 2023-ലാണ്, പിന്നെ 2025 സ്റ്റാർട്ടിങ്ങിൽ ഭാരത് മൊബിലിറ്റി ഷോ ആയിട്ട് അൺവെയിൽ ചെയ്തു. അതിന് മുന്നേ EV ആയിട്ട് അവർ ഒന്നുകൂടെ അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അൺവെയിലിങ്ങിന് ശേഷമാണ് ഇപ്പോൾ ഈ വണ്ടി അവസാനം റോട്ടിലേക്ക് എത്തിയിരിക്കുന്നത്, ഓർ എത്താൻ പോകുന്നത്, ഇപ്പോൾ ലോഞ്ച് ആവാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ നമുക്ക് കിട്ടും. എന്തായാലും ഡിസൈൻ്റെ കാര്യത്തിൽ അവർ ഇതിന് മുന്നേ കാണിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് മോഡലുകളായിട്ടൊക്കെ വളരെയധികം നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പഴയ സിയറയുടെ ഒരു ട്രിബ്യൂട്ട് അവർ ഡിസൈനിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിൽ മൊത്തം ഒരു ഗ്ലാസ് റൂഫ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എമിഷൻ നോംസും അതുപോലെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം, എമിഷൻ നോംസ് അല്ല, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ
അത് മിമിക്കുന്ന രീതിയിൽ ഗ്ലോസി ബ്ലാക്ക് പാനൽസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്ത് മൊത്തത്തിൽ ടാറ്റയുടെ ഇപ്പോൾ വരുന്ന മറ്റുള്ള വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു പുതുമ അവർക്ക് ഡിസൈനിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും പറയാം. പിന്നെ ഭയങ്കര ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ്, അത് നമ്മളങ്ങനെ ഇപ്പോഴത്തെ ഒരു ഫാഷനിൽ കണ്ടുവരുന്നതാണ്. പക്ഷേ ടാറ്റ പൊതുവെ കർവി ആയിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു ഇറക്കാറുള്ളത്, അതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ. ഇനി അതല്ലാതെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒഫീഷ്യലി കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും അവർ വല്ല ടീസർ ഇറക്കുമെന്ന് അറിയില്ല, ടാറ്റയാണല്ലോ. ഇനി അടുത്ത 25 ദിവസം അവർ ഓരോ ടീസർ വെച്ചിറക്കുമായിരിക്കും. പക്ഷേ കണ്ടിരിക്കുന്ന ലീക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. മൂന്ന് സൈസാണ്. നടുവിലത്തെ സ്ക്രീൻ 14.5 ഇഞ്ച് ആയിരിക്കും. പാസഞ്ചർ ഡിസ്പ്ലേ വരുന്നത് 12.3 ഇഞ്ച് ആയിരിക്കും. നമ്മുടെ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ വരുന്നത് 10.25 ഇഞ്ച് ആയിരിക്കും. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡാഷ്ബോർഡ് ലേഔട്ടിൻ്റെ ഡിസൈൻ നമ്മളിപ്പം ടാറ്റയുടെ വാഹനങ്ങൾ പൊതുവെ കാണാത്ത തരത്തിലുള്ള ഒരു കുറച്ച് പുതുമയുള്ളൊരു ഡിസൈൻ ആണെന്ന് പറയും. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ കോമൺ ആണ്. 360 ഡിഗ്രി ക്യാമറ ആവട്ടെ, പിന്നെ നമുക്ക് ക്യാമറയുള്ള IR വ്യൂം കിട്ടുമായിരിക്കും. ഹാരിയർ രീതിയിലുള്ള കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തും ക്യാരി ഓവറായിട്ട് വരും. പിന്നെ ഈ വണ്ടി ആദ്യം പെട്രോൾ ഡീസൽ അതായത് IC മോഡൽസിലായിരിക്കും ലോഞ്ച് ആവുന്നത്. അതിനുശേഷമായിരിക്കും പതുക്കെ ഇതിൻ്റെ EV മോഡൽ വരുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ EV വരുമായിരിക്കും. പിന്നെ ഇതിൻ്റെ എഞ്ചിൻസ് ആണെങ്കിലും നമുക്ക് പുതിയൊരു 1.5 ലിറ്റർ TGDI പെട്രോൾ എഞ്ചിനും ഈ വാഹനത്തിൽ ടാറ്റ ഡെബ്യൂ ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. 170 PS പവറും 280 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ 1.5 ലിറ്റർ NA മോഡലും നമുക്ക് ബേസിക് വേരിയൻസിൽ അവൈലബിൾ ആയിരിക്കും, പ്രൈസ് കുറച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ ഇറക്കാനായിട്ട്. അതിന് പുറമെ 2 ലിറ്റർ ക്രയോടെക് ഡീസൽ എഞ്ചിനായിരിക്കും ഇതിനകത്ത് കിട്ടുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ഹാരിയറിലൊക്കെ കിട്ടുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. അത് 170 bhp അതുപോലെ 350 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഹാരിയറിൻ്റെ അകത്ത് 6 സ്പീഡ് ടോക്ക് കൺവേർട്ടറും 6 സ്പീഡ് മാനുവലാണ് കിട്ടുന്നത്. സോ ഇതിനകത്തും സെയിം തന്നെയാണ് നമ്മളിപ്പോൾ കിട്ടാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സിയറയെ പറ്റി നമുക്കിപ്പോൾ നിലവിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ ഒരുപാട് പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. ഓൾറെഡി ഈ വണ്ടിയെ പറ്റി ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വെന്യൂവിനെ പറ്റിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം 3 വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ സാധാരണ 1 മിനിറ്റ് 1.5 മിനിറ്റിലൊക്കെ തന്നെയായിട്ട് ബ്രീഫായിട്ട് കാര്യങ്ങൾ പറയാറുള്ളതാണ്. ഇനി നമ്മുടെ ഈ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം മഹീന്ദ്രയുടെ പുതിയ XEV 9S ആണ്. 9E അല്ല, നമ്മൾ 9E ഓൾറെഡി കഴിഞ്ഞ വർഷം അവസാനം ഈ വർഷം സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോഴേക്കും കണ്ടതാണ്. അതൊരു കൂപ്പേ വണ്ടിയായിരുന്നു. പക്ഷേ ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് 700 ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വണ്ടിയായിരിക്കും. ഇത്രയും കാലം 7E എന്നാണ് നമ്മളിതിനെ വിളിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ ആയിരിക്കും പേര് വരുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അല്ല, മഹീന്ദ്ര ഇതിൻ്റെ ഒരു ടീസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വാഹനത്തിൻ്റെ പേര് XEV 9S എന്നാണ്. ഇതൊരു 7 സീറ്റർ വാഹനമായിരിക്കും. ആൻഡ് നമുക്ക് കറക്റ്റ് XEV 700 ബേസ്ഡ് ആയിട്ട് അതിൻ്റെ ഒരു ഇലക്ട്രിക് മോഡലായിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ടീസറിനകത്ത് വണ്ടിയുടെ ഡിസൈൻ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല. പക്ഷേ ഓൾറെഡി ടെസ്റ്റിംഗ് മോഡൽസ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. ഫ്രണ്ട് ഡിസൈൻ സെയിം നമുക്ക് XEV 9യുടെ അതേ ഡിസൈൻ തന്നെയായിരിക്കും വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴേക്കും 700 ഒരു ഡിസൈനാണ് ഇത്രയും കാലം അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ലോഞ്ച് ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പവർ ട്രെയിൻ ഓപ്ഷൻസ്, പവർ, അതുപോലെ എല്ലാ കാര്യങ്ങളും, ഈവൻ ബാറ്ററി ആണെങ്കിലും എല്ലാം നമുക്ക് 9E ആയിട്ട് വളരെ സിമിലർ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. സോ വലിയ വ്യത്യാസമൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. ജസ്റ്റ് 9യുടെ കൂപ്പേ അല്ലാത്ത ഒരു 7 സീറ്റർ SUV മോഡൽ അങ്ങനെ വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളത്. ഇതിൻ്റെ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്ന, ലോഞ്ചല്ല ആക്ച്വലി റിവീലാണ്. റിവീൽ പറഞ്ഞിരിക്കുന്ന ഈ വരുന്ന നവംബർ 27-നും 28-നും കൂടെയാണ്. ആൻഡ് നമുക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ലോഞ്ച്, പ്രൈസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും. മിക്കവാറും ബേസ് മോഡലിൻ്റെ പ്രൈസ് അവർ 27-ന് പറയുമായിരിക്കും. എന്നാലല്ലേ മഹീന്ദ്രയ്ക്ക് ടിപ്പിക്കൽ ഫാഷനിൽ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ. ഏതായാലും ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് 9E ആയിട്ട് സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്, അത്രേ ഉള്ളൂ. സോ ഗൈസ്, ഇതാണ് ഈ മാസം വരാൻ പോകുന്ന 3 പുതിയ വാഹനങ്ങൾ. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചാനൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.